ഹായ്, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കന്യാകുളങ്ങരയിലുള്ള കൈരളി ജ്വല്ലറിയിലാണ്. കാരണം ചേട്ടൻ്റെ മകൾക്ക് വെഡ്ഡിങ് സെറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അവിടെ വന്ന് നമ്മളതിനകത്ത് കയറി അതിൻ്റെ സ്റ്റാഫുകൾ ഓരോ സെറ്റും എടുത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ സെറ്റിലെ കാശുമാല ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, എല്ലാവർക്കും. എന്നിട്ട് വീണ്ടും അവർ കുറേ സെറ്റുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളും 2-3 ജ്വല്ലറിയിലൊക്കെ തിരക്കിയിട്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഒരു സെറ്റ് അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു വലിയ മാല പൊന്നൂസിന് വീട്ടിൽ വേറെ ഒരു ഗിഫ്റ്റ് കിട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുള്ള മാലകൾ മതി. അത് നമുക്ക് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അടുത്ത സെറ്റ് അവർ സെറ്റ് ചെയ്ത് കാണിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനെ കൊണ്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജ്വല്ലറിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന അവിടുത്തെ സ്റ്റാഫുകളാണ്. അവർക്കുടെ സേവനം തന്നെയാണ് ഈ ജ്വല്ലറി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാകും. കാരണം അത്രയും നല്ല പെരുമാറ്റ രീതിയുള്ള സ്റ്റാഫുകളാണ്. ഞാൻ ഒരുപാട് ജ്വല്ലറികളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയൊരു ഇത് എങ്ങൊന്നും കിട്ടിയിട്ടില്ല. അത്രയും നല്ല ഒരു ജ്വല്ലറി ആണിത്. അതുപോലെ ഞങ്ങൾ ക്ഷമയോടെ, കാരണം വെച്ചാൽ അവരെല്ലാവരും നമ്മൾ എടുക്കുമോ, ഇവിടെ വന്ന് സ്വർണ്ണം എടുക്കുമോ എന്നൊന്നും അവർക്കറിയത്തില്ല. 7:30 മണിയായി നമ്മൾ ജ്വല്ലറിയിലെത്തി. ഇപ്പോൾ 9 മണിക്ക് അവർ അടയ്ക്കുന്ന ജ്വല്ലറിയാണ്. പക്ഷേ നമുക്ക് വേണ്ടി ഞങ്ങളിവിടെ വന്നിട്ട് തന്നെ ഏകദേശം 1 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓരോ സെറ്റുകളും ഇങ്ങനെ നോക്കി അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ പലതും അവരെടുത്ത് കാണിക്കണം. പക്ഷേ ഈ നെക്ലേസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ പൊന്നൂസിന് ആ നെക്ലേസ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറൊരു നെക്ലേസിലാണ് നോട്ടം. അപ്പം ഈ ഒരു സെറ്റ് നമ്മൾ മാറ്റി വയ്ക്കും. അടുത്ത ഒരു സെറ്റും കൂടെ പറഞ്ഞേക്കാണ്ട വീണ്ടും ഒരു മാലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റാണ് മിക്കവാറും ഞങ്ങൾ സെലക്റ്റഡ് ആക്കുന്ന ആ പാലയ്ക്ക മാലയുള്ള. കാരണം അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവർക്കും, എനിക്ക് നല്ല പൊന്നൂസിനും അവരുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ അനിയനും നാത്തൂനും ചേട്ടനും എൻ്റെ ഭർത്താവിനും നാത്തൂൻ്റെ കൊച്ചുമൊക്കെ എല്ലാവർക്കും ആ ഒരു സെറ്റ് ഇഷ്ടപ്പെട്ടു. അത് തന്നെ നമ്മൾ മുമ്പോട്ട് സെറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടെന്ന് ആ സെറ്റ് ചെയ്തിട്ട്. ഈ ഒരു മാലയും കൂടെ ആ സെറ്റിൽ വരുന്നുണ്ട്. പിന്നെ വീട്ടിലിരിക്കുന്ന മാലയും കൂടെ ആകുമ്പോൾ അടിപൊളിയാവും. അപ്പോൾ ഓരോ മാല ഇതിൻ്റെ ഇടയ്ക്ക് എടുത്ത് പറയാൻ ഒരു സ്റ്റാഫ് അവിടെ ഉണ്ട്. കൂടെ നമുക്ക് ചായ വിത്തൗട്ട് വേണോ, പിന്നെ മധുരമുള്ളത് വേണോ, ഇങ്ങനെ പിടിച്ചതിന് ശേഷം വീണ്ടും വന്ന് ചോദിക്കും. കാരണം എല്ലാ ജ്വല്ലറിയും ചെല്ലും ഒരു ഗ്ലാസ് ചായ ഒരു അവരവരുടെ കാര്യം നോക്കി പോകും. ഇതങ്ങനല്ല. നമ്മളവിടെ നിന്ന് സ്വർണ്ണം എടുക്കില്ലെന്ന് അവർക്ക് ഉറപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മളോട് അത്രയും നല്ല രീതിയിൽ അവർ ക്ഷമയോടെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കല്യാണ ആഭരണങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, എല്ലായിടവും പോവും. അപ്പോൾ നമുക്ക് ഒത്തൊരുമ എടുത്തു. ആ പൊന്നൂസൊരു നെക്ലേസ് എടുത്തിട്ട് നോക്കുകയാണ്. ആ നെക്ലേസിൻ്റെ കൂടാണ് ബാക്കിയുള്ള മാലകളെല്ലാം അവർ സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. പൊന്നൂസിനെല്ലാം ആഡംബരം കുറഞ്ഞതിനോടൊക്കെയാണ് ഇഷ്ടം. മോതിരങ്ങളെല്ലാം ലൈറ്റ് വെയിറ്റുള്ള മോതിരങ്ങളാണ് എടുത്ത് കാണിക്കുന്നത്. അതും എടുത്ത് പറയാം. നമ്മൾ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്റ്റാഫ് അടുത്തത് എടുത്തുകൊണ്ട് വന്ന് വേറൊരാളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് സെലക്റ്റഡ് ആയിട്ട് നമ്മളെ സമയം കളയാതെ എളുപ്പം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പോകാം എന്നൊക്കെ ഉള്ളത്. ഇത് നാത്തൂനാണ് കേട്ടോ. അതുപോലെ അനിയനും പെണ്ണും ഒക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക. ഇനിയിപ്പം പൊന്നൂസ് മാലയെല്ലാം സെറ്റ് ചെയ്യും. വളകളും പൊന്നൂസിന് കുറച്ച് മതിയെന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം ഇപ്പോഴത്തെ മോഡൽ വളകളിടാനാണ് ആഗ്രഹം. അപ്പം അവരുടെ ആഗ്രഹമല്ലേ നമ്മളെ സന്തോഷം. അപ്പം കുറച്ച് വളകൾ ഇതിൻ്റെ സെറ്റ് ചെയ്യും. പക്ഷേ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് തന്നെ സ്വർണ്ണം എടുക്കാൻ ചെറുതായിട്ടൊന്നും തീരുമാനിച്ചിട്ടുണ്ട്. അത് ജ്വല്ലറിക്കാർക്ക് അറിയില്ല. കാരണം മെയിനായിട്ടും ഇവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റവും നമുക്ക് ഇവിടുന്ന് നമ്മുടെ ബജറ്റിനനുസരിച്ചുള്ള സ്വർണ്ണം എടുക്കാമെന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ മിക്കവാറും ഇവിടുന്ന് തന്നെ സെലക്റ്റഡ് ആവും. മറക്കാതെ പറയുകയാണ്, ഒരുമാതിരി ഉള്ളവർക്കെല്ലാം പൈസയ്ക്കനുസരിച്ച് സ്വർണ്ണം എടുക്കാവുന്ന ഒരു കടയാണ് തിരുവനന്തപുരം കന്യാകുളങ്ങരയിലുള്ള കൈരളി ജ്വല്ലറി. അപ്പോൾ ഞങ്ങൾ ഈ സെറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ട് എല്ലാവരെയും പൊന്നൂസ് ഇട്ട് കാണിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. പൊന്നൂസിന് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇത് കൊണ്ടുപോയി കണ്ണാടിയിൽ നോക്കാനൊക്കെ പറയുകയാണ്. വീണ്ടും ആ സ്റ്റാഫ് അത് പിടിച്ചിട്ട് കൊടുക്കുക. ഈ നിൽക്കുന്ന സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാഫാണ്. കാരണം വെച്ചാൽ അത്രയും ഇതായിട്ട് നമ്മൾ പലതും എടുത്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്നിട്ടും എടുത്ത് അത് കൊള്ളാൻ ചേച്ചി ഇത് കൊള്ളാൻ ചെയ്ത് നമ്മളെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പൊന്നൂസ് കണ്ണാടിയിലേക്ക് പോകാം സ്വന്തമായിട്ടൊന്ന് സൗന്ദര്യം നോക്കാൻ. പക്ഷേ പൊന്നൂസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളിത് സെലക്റ്റഡ് ആക്കും. ഇവിടുന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ച് കഴിഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇത്രയും നല്ലൊരു ജ്വല്ലറി വന്നിട്ട് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഷ്ടമല്ലേ. അപ്പം ഞങ്ങൾ ഉറപ്പിച്ച് ഇവിടെ തന്നെ ഇതാണ് സെറ്റ്. അപ്പം ഞാനാണ് ഇരിക്കുന്നത്, അതറിയാമല്ലോ. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഓർക്കുക, നമുക്ക് ബജറ്റിനനുസരിച്ച് നമുക്ക് ഒതുങ്ങിയ സ്വർണം കയ്യിൽ വരാൻ ഏറ്റവും മികച്ച ഒരു ജ്വല്ലറിയാണ് തിരുവനന്തപുരം കന്യാകുളങ്ങരയിലുള്ള
കൈരളി ജ്വല്ലറി. നമുക്കിഷ്ടപ്പെട്ട സ്വർണം കിട്ടി, ഇവിടെ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ സ്വർണം ഇവിടെ തന്നെ വച്ചിട്ട് പോവുകയാണ്. ആവശ്യമുള്ളപ്പോൾ വന്നെടുക്കും. അപ്പോൾ ആരും മറക്കരുത്, കന്യാകുളങ്ങര കൈരളി ജ്വല്ലറി TV.